അനുവേ, ഈ KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നാ വിചാരം? ആരാ? രാജാവ് അറിയാവോ? എന്നിട്ട് പിന്നെ പഞ്ചാബാന്നുള്ള നാട്ടുകാർ പറയണത്. ഇല്ല ഒന്നുമില്ല. അനു, ദേ നമുക്കിനി ഈ കല്യാണം വെച്ച് നീട്ടണ്ട, ഇത്രയും പെട്ടെന്ന് നടത്താം. വിനുവിനറിയാല എൻ്റെ പുറകെ എത്ര ചെക്കന്മാർ കാണുന്നതാ. ഞാൻ വീണോ? എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടണം എന്നുള്ളത്. ദൈവാധീനം പോലെ വിനുവിന് എനിക്ക് കിട്ടിയത്. അനു, എനിക്കിനി പറ്റില്ല ഇങ്ങനെ. ഇപ്പം തന്നെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ എന്തോ റിസ്ക് എടുത്തെന്നറിയാവോ? ഞാൻ എൻ്റെ കരളിനെ കാണാൻ വേണ്ടി വണ്ടിയുടെ ഗിയർ ലിവർ വലിച്ചു ഊരി കളഞ്ഞാൻ, എന്നിട്ട് വണ്ടി കേടാക്കിയിട്ടിട്ടാണ് നിന്നെ കാണാൻ വേണ്ടി വന്നത്. നീ പണ്ട് എൻ്റെ ബസ്സിൽ കയറുമായിരുന്നില്ല, ഇപ്പം എന്താ വരാത്ത? എൻ്റെ പൊന്നോ, ഞാനില്ല. അന്ന് അമ്മയായിട്ട് ബസ്സിൽ കയറിയത് ഓർമ്മയുണ്ടല്ലോ. നേരെ നോക്കി വണ്ടി ഓടിക്കണ്ടേന് എന്നെ നോക്കി വണ്ടി ഓടിച്ചിട്ട് ഒരു ചെക്കൻ വട്ടം ചാടി ബ്രേക്കും ചവിട്ടി എൻ്റെ അമ്മ മുഖം അടിച്ചാണ് ബസ്സിൽ വീണത്. ഫ്രണ്ടിലെ പല്ലേ വെപ്പ. അതൊക്കെ അനുവിനെ കാണാനുള്ളൊരു ഒരു ഒരു ഇതല്ലേ. പിന്നെ എൻ്റെ അമ്മയുടെ പല്ല് കൊഴിച്ചിട്ടാണല്ലോ എന്നെ കാണുന്നത്. അനു, നമ്മുടെ പ്രേമം ഫസ്റ്റ് ഗിയറിൽ തുടങ്ങി, സെക്കൻഡ് ഗിയറിലായി, തേർഡ് ഗിയറിലായി, ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് നീ റിവേഴ്സ് ഗിയർ ഇടല്ലേ. ഹലോ, എന്താണ് KSRTC സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റിയാ? അയ്യല്ല, ചുമ്മാ വർത്താനം പറയാൻ വേണ്ടി ചുമ്മാ വന്നു. പഞ്ചാര പഞ്ചാര ഇടയ്ക്ക് ഇത്തിരി പേരും കൂടി ആയിക്കോട്ടെ, എടുത്തോളൂ. എന്താണ് വിശേഷം? മകൻ SLC പാസ്സായി. ഓ, ഫുൾ A+ ആയിരിക്കും അല്ലേ? ഫുൾ D+. അല്ല, D+ന് ആരാണ് ലഡു കൊടുക്കുന്നത്? അതിനെന്താ കുഴപ്പം? ആ സ്കൂളിൽ ഫുൾ D+ മേടിച്ചത് എൻ്റെ മകനാണ്. അത് ഞാൻ ആഘോഷിക്കും. എടുക്ക് ലഡു, എടുക്ക്. ഇത് കഴിച്ചിട്ട് വേണം ഫ്ലെക്സ് അടിക്കാൻ. എടുക്ക്. ഇല്ല, ഒരെണ്ണം മതി. ഞങ്ങളൊന്നാണല്ലോ, അപ്പം ഞങ്ങൾക്ക് ഒരെണ്ണം മതി. ഞങ്ങൾ രണ്ടാക്കിക്കോളാം. രണ്ടാവാതിരുന്നാൽ മതി. ഓക്കെ, കണ്ടാ മതി. തിന്നോ എല്ലാം തിന്നു. അതിനാണല്ലോ ഇവിടെ കൊടുന്ന് ഇട്ടേക്കണത്, കോഴിക്കോടും കെട്ടി. ഇതിനൊക്കെ വളർത്തണമുണ്ട്. എനിക്ക് ചീത്ത പേര്, കോഴി എന്നുള്ള പേരും വന്നു. ഇതിനൊക്കെ നേരത്തെ പല പശുവിനെയും വളർത്തിയാൽ മതിയായിരുന്നു. പാലിന് 4 രൂപയാണ് കൂടിയേക്കണത്. നിങ്ങൾക്ക് എന്ത് കൂടി? നിങ്ങളുടെ മുട്ടക്ക് ഇപ്പോഴും പഴയ പോലെ തന്നെ. എൻ്റെ വിധി, അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാ? എല്ലാം 2 കിലോത്തിൽ കൂടുതലാണ് ആണല്ലേ? ബിരിയാണിക്കാണോ കറിക്കാണോ? ആർക്ക്? കോഴി. അല്ല, ഞാൻ കോഴി മേടിക്കാൻ വേണ്ടി വന്നല്ല, മുട്ട വാങ്ങാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നാണ്. കല്യാണം? ആരുടെ കല്യാണം? അവൻ കല്യാണം വിളിക്കാൻ വന്നാ നിങ്ങളെ നോക്കിട്ട് കാണാനിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞ് കോഴിക്കൂട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിങ്ങളൊന്ന് പറയണായിരുന്നു. ഇതിനേരത്ത് പോലെ വളർത്തിയ തരത്തിന് പോലെ പശുവിനെ വളർത്തിയാൽ മതിയായിരുന്നു. ഇപ്പം മിൽമക്ക് 4 രൂപയാണ് കൂടിയേക്കണം. അയ്യോ, അതിന് വളർത്തിയ 10 മുട്ടയെങ്കിലും കിട്ടും. തന്നെ വളർത്തിട്ട് എന്ത് കിട്ടാന്? ആ മുട്ട ആർക്കാ കിട്ടണത്? എന്നെ വളർത്തണ ഞാനല്ലേ, അപ്പൊ എനിക്ക് അവകാശപ്പെട്ടതാ. നീ വന്നാരും പറഞ്ഞിട്ട് പോവാൻ നോക്ക്. കഴിഞ്ഞ ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ആരെയാണ്? മോന്റെ കല്യാണമാണ്. ആണോ? എവിടെ കൊടുക്കണം? ആലപ്പുഴയിൽ. ഭയങ്കര ദൂരമുള്ളടാ. ഇതിലും ദൂരമൊക്കെ ആയിരുന്നു. കാസർഗോഡ്, കണ്ണൂര്, തിരുവനന്തപുരത്തൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു. കിട്ടിയില്ല. പിന്നെ പെൺപിള്ളേർക്കൊന്നും ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. അതുമല്ലെന്ന്, അവരുടെ വീട്ടുകാരും വന്ന് ഇങ്ങോട്ടും അന്വേഷിക്കൂലേ? പേരുദോഷം ഉണ്ടെങ്കിൽ കിട്ടൂല. അതല്ല, കല്യാണം വേണ്ടെന്ന് പറഞ്ഞ അവർക്കൊന്നും ഇപ്പൊ. ആണോ? പെൺപിള്ളേർക്ക് ഇപ്പൊ മറ്റേ ലീവിങ് ഗെറ്റ് ടുഗദർ അല്ലല്ലോ. ഗെറ്റ് ടുഗദർ അല്ല, ലിവിംഗ് ടുഗദർ. ആ സാധനമല്ലേ ഇപ്പൊ കംപ്ലീറ്റ്. മെയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. നീ അങ്ങനെ എന്നോട് പറഞ്ഞല്ല. മെയിലായിരുന്നു പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഏത് ദിവസമാണ്? പിന്നെ മെയ് ജൂണായി. ഇപ്പൊ ജൂണിൽ നിന്ന് ഇപ്പൊ ഓഗസ്റ്റിലേക്ക് മാറ്റിട്ടുണ്ട്, 20-ാം തീയതി. ഓ, മഴയൊക്കെ മാറിയിട്ട് ഇനി മാറാൻ സാധ്യത വല്ലതും ഉണ്ടാ? ഇനി 15-ാം തീയതി കഴിയുമ്പോ പറയാം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. ഇനി മാറുവോ? ചിലപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ. അതെന്താണ് എപ്പോഴും ഇങ്ങനെ ഡേറ്റ് മാറ്റണത്? അല്ലാതെ അങ്ങനെയാണത്, അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. പിന്നെ പോകുമ്പോ 40 പേര്, പെണ്ണുങ്ങൾ മാത്രം വന്നാൽ മതി. ആണുങ്ങൾ വേണ്ടേ? ആണുങ്ങൾ വേണ്ട. 8 ദിവസമാണല്ലോ കല്യാണം. അതിനെന്താ കുഴപ്പം? അല്ല, പണിയും കളഞ്ഞ് നിങ്ങൾ വരേണ്ട കാര്യമില്ല. അല്ലല്ലോ, ഇതെന്തൊരു കളിയാണ്? പെണ്ണുങ്ങൾ മാത്രം വന്നാൽ മതി. എങ്കിൽ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ മേലായിരുന്നു. ഇയാളോട് പറയാൻ വന്ന എന്തിനാ? അല്ല, പുള്ളിയും കൂടെ അറിഞ്ഞിരിക്കണല്ലോ, ആണുങ്ങൾക്കുള്ള പരിപാടി വൈകുന്നേരം നമ്മുടെ ഇവിടെ. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോട്ടെ, ആണുങ്ങൾ പഠിച്ചു പൊളിക്കാം. അതെ, പണിയും കഴിഞ്ഞ് ആണുങ്ങൾ വീട്ടിൽ വരാൻ നേരത്ത് ഭാര്യമാര് ഒരു ഗ്ലാസ് ചായയും ഒരു ബിസ്ക്കറ്റും കൊടുക്കുമല്ല, അത് നമ്മുടെ വീട്ടിൽ കൊടുക്കണ്ട് വൈകുന്നേരം. അപ്പൊ നീ ഇങ്ങനെ കാണിച്ചതാ ചായ ചെലവ് ചുരുക്കലാണല്ലേ? ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് വേറൊന്നുമല്ല. അപ്പൊ എല്ലാവരും 40 പേരാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്, പെണ്ണുങ്ങൾ. അപ്പൊ വണ്ടി എത്ര മണിക്ക് പുറപ്പെടും? വണ്ടി 8:45 KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടും. KSRTC ബസ് 8:45 സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് കുമ്പളംകുഴി എത്തും. നമുക്കൊരു 9 മണിയാകുമ്പോ കുമ്പളംകുഴി വന്ന് നിന്നാൽ. KSRTC ബസ്സിനാണോ പോണത്? സൗജന്യം, സ്ത്രീകൾക്ക് ചെലവ് ചുരുക്കല്.
അതാണല്ലോ മെയ്ന്ന് മാറി ജൂണിലായി. ജൂണിൽ ഇപ്പോൾ ഓഗസ്റ്റ് 15 ഫിക്സ് ചെയ്തൊക്കെയാണ് സർക്കാർ. ഇതിന് ഉറപ്പല്ലേ? അല്ല, ഇതിൽ നിന്ന് എന്തെങ്കിലും സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കല്യാണം ചെറുതായിട്ട് ചേഞ്ച് ആവും. അല്ലപ്പോ തിരിച്ച് KSRTC സ്റ്റാൻഡിൽ തന്നെ പോകണം. പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. ആ പൈസ ഞാൻ തരില്ല. ഉച്ചക്ക് അവിടെ വല്ല ഉണ്ടാ? പിന്നെ ഫുഡ് കൊടുക്കാതിരിക്കും. അല്ല ചെലവരിക്കണോണ്ട് ചോദിച്ചാ. അടിപൊളി ഫുഡാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്റെ പൊന്നെ, അതെങ്കിലും ഉണ്ടല്ലോ ഭാഗ്യം. ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ചാ? ഓഡിറ്റോറിയം അല്ല, ക്യാൻറ്റീനിൽ. ഏത് ക്യാൻറ്റീൻ? ഇന്ദിരാ ക്യാൻറ്റീൻ. 20 രൂപയുടെ ഊണ്. സൂപ്പർ ഫുഡാണ്. ഫുഡ് സൂപ്പറാണ്. എത്ര വേണമെങ്കിലും അവർ തരുകയും ചെയ്യും. വിഭവസമൃദ്ധമായ ഭക്ഷണം. അവിടെ നീ ശരിക്കും ചുരുക്കി. ചുരുക്കലിന്റെ ഭാഗമായിട്ട് എന്നാ പിന്നെ ഈ കല്യാണം നിനക്ക് മറ്റേ തമിഴ്നാട്ടിലേക്ക് വെച്ച് നടത്താറുന്നില്ലേ? അവിടെ എന്താണ്? അവിടെ 1 രൂപയുടെ ഇഡ്ഡലിയും 5 രൂപയുടെ ഊണും ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു, പക്ഷെ ഇത് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്. ശ്രീധരൻ എങ്ങനെയാണ്? ശ്രീധനം ഇവിടെ ശ്രീധനത്തിലാണ് ചെറിയൊരു പണി കിട്ടിയത്. എന്ത് പറ്റി? അല്ല, നമ്മൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും പെണ്ണന്വേഷിച്ച് നടന്നാണേ. എത്ര നാളായി? കുറേ നാളായി. അവസാനം ഒത്തു കിട്ടിയാണ് ആലപ്പുഴയിൽ. അപ്പോൾ നമ്മളത് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് അതവിടെ ഇരിക്കട്ടെ, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പെണ്ണിനെ മാത്രമേ തന്നെ ഉള്ളൂ. പിന്നെ അല്ല അമ്മനെയും കൂടി തന്നെ. അതല്ലെന്ന്, സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും അവർ മിണ്ടിയില്ല എന്ന് പറഞ്ഞാണേ. പിന്നെ ചോദിക്കാനും നമുക്കൊരു ചളിപ്പ്. നീയൊക്കെ എന്തൊരു മണ്ടനാടാ. നമ്മുടെ ആമ്പിള്ളേരൊക്കെ കെട്ടിക്കുമ്പോ അവര് വല്ലതും തന്നതാണ് നമ്മുടെ കയ്യിലൊരു പിടിയായിട്ടിരിക്കണത്. അത് വേണ്ടെന്ന് വെച്ചാ മണ്ടൻ, ഭൂലോക മണ്ടൻ. പക്ഷെ നിങ്ങൾക്ക് ചേർന്ന ബന്ധം തന്നെ കിട്ടിയിട്ടാ. നിനക്ക് നല്ല നിങ്ങൾക്ക് പറ്റിയ. പിന്നെ സ്ത്രീധനം കിട്ടില്ലെങ്കിൽ നമുക്ക് ചെലവില്ലല്ലോ, പോക്കുവരവ് ചെലവില്ല. സ്ത്രീകൾക്ക് അങ്ങോട്ട് KSRTC, ഇങ്ങോട്ട് KSRTC, പിന്നെ ക്യാൻറ്റീനിലെ ഫുഡ്. ചെറുക്കനപ്പം ഇങ്ങോട്ട് വരും. അല്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മോള KSRTC കയറ്റി വിടും, പൈസ കൊടുക്കണ്ടല്ലോ. ഇവൻ മറ്റേ യൂബറിനല്ലേ, ബൈക്ക് യൂബർ, അതിൽ കയറി പോരും. എന്തിനാണ് അതിന് ചെലവ് ഉണ്ടാക്കണത്? വല്ലവന്റെ ലിഫ്റ്റ് അടിച്ച് വരാൻ പറ. അത് ശരിയാണല്ലോ, ആ കാര്യം പറഞ്ഞു. ഒരു ഹെൽമെറ്റ് മാത്രം മതിയല്ലേ? മാത്രം മതി. കൈ വെച്ചാൽ മതിയല്ല, അത് മാത്രം മതി. പൈസയും പോവില്ല. അത് പറയണം. അത് പറ. ഈ വരുന്നവരുടെ അടുത്തൊന്നും വല്ല വാങ്ങിക്കണ്ട. എന്നാ മേടിക്കും, ഇല്ലെങ്കിലാ ചോദിച്ചു മേടിക്കും. നമ്മൾ കൊടുത്തതല്ലേ അല്ലേ? മുട്ട ഉണ്ടോ? ഇല്ല, അവിടെ ഒരു കൊട്ടയിരിപ്പുണ്ട്, അത് അലയിൽ വെച്ചിട്ട് പോവാൻ നോക്കും. പോട്ടെ എന്നാ. ഒരുപാട് വിളിക്കാണ്ട്. ചെല്ലു. ശരി. അവിടെ പിന്നെ നീ വേഗം ചെന്ന് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് ഞാൻ വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് പടക്കം പൊട്ടിക്കണം. പിന്നെ വേറൊരു കാര്യം, ഞാൻ മേടിച്ച് തന്ന പൊന്നാട എനിക്ക് തന്നെ ഇടക്കണം. നീ തന്നെ ഇടണം, വേറെ ആരും ഇല്ലിടാ. എന്നാ വിട്ടോ വേഗം കേട്ടോ. നമസ്കാരം. നമസ്കാരം. അയ്യോ, ഓടി മടുത്തു. ഡൽഹി തിരുവനന്തപുരം ഇങ്ങനെ ഓട്ടോ അല്ലേ ചേട്ടാ. ഞാൻ പറഞ്ഞൊരു വിധത്തിലാക്കി. നിങ്ങൾ ഭരണത്തിലേറിയപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ നല്ല 8ന്റെ പണിയാണ് കിട്ടിയത്. എന്താ? 10 ദിവസത്തിനുള്ളിൽ ഡീസലിൻ്റെ, പെട്രോളിൻ്റെ, ഗ്യാസിൻ്റെ, പിന്നെ സ്വർണത്തിൻ്റെ. എൻ്റെ രാജേട്ടാ, ഇതൊക്കെ ഞങ്ങളാണോ കൂട്ടിയത്? പിന്നെ ആരാ? കേന്ദ്ര വില കൂട്ടിയത്. മിൽമ പാലിന് വില കൂട്ടിയതാ. മിൽമ പാലിന് വില കൂട്ടിയത് ഞങ്ങളാണോ? ഇതിന് മുമ്പ് ഇരുന്ന ആൾക്കാർ കൂട്ടി. നമുക്ക് വേറെ മുതലും ചെയ്യാൻ പറ്റുമോ? അവർ കൂട്ടി വെച്ചു, നമ്മൾ നടപ്പാക്കുന്നു. അത്ര നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും നിങ്ങൾ ചെയ്താ? ചേട്ടാ, മനസാക്ഷിയില്ല സംസാരിക്കും. എന്താ മനസാക്ഷി? ഞങ്ങൾ എന്തെല്ലാം കാര്യം ചെയ്തു. എന്ത് ചെയ്തെന്നാണ് ഈ പറയണത്? ആശാവർക്കർമാർക്ക് 3000 രൂപ കൂട്ടി. വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ പാചക തൊഴിലാളികൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നമ്മൾ കൊടുക്കുന്നില്ലേ? പിന്നെ ചേട്ടനറിയാവോ ഞങ്ങൾ എങ്ങനെയാണ് ജയിച്ചതെന്ന് ചേട്ടനറിയാവോ? മറ്റൊരു തോറ്റമുണ്ട്. അല്ല, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞപ്പം സ്ത്രീകളെല്ലാം കൂടെ വാരിക്കോരി നമുക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഒരാണും നിങ്ങൾ വോട്ട് ചെയ്തില്ല? പിന്നെ ചെയ്തില്ലേ, ആണുങ്ങൾ നമുക്ക് വോട്ട് ചെയ്തു. ഈ സ്ത്രീകൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി സൗജന്യ യാത്രയ്ക്ക് പോകുമല്ലോ, അപ്പോൾ ആണുങ്ങൾക്ക് മനസ്സമാനത്തോടെ ഇരിക്കാമല്ലോ. ആണുങ്ങൾ നമുക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ജയിച്ചത്. ചേട്ടനറിയാവോ അത്? ഈ KSRTC സൗജന്യ യാത്ര മുന്നോട്ട് പോവുക? സംശയമായിട്ടാ. പിന്നെ എന്തിനാണ് നടപ്പിലാക്കിയത്? നമ്മൾ വാഗ്ദാനം കൊടുത്തതല്ലേ, നടപ്പിലാക്കാതെ പറ്റത്തില്ലല്ലോ. ആ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയല്ലേ ചേട്ടാ. നമ്മളിത് നടപ്പാക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ സമരത്തിനിറങ്ങും. പിന്നെ ഉറപ്പല്ലേ? അപ്പോൾ അതിന് മുൻനിരയിൽ സമരം ചെയ്യുന്നവരായിരിക്കും മറ്റേ പാർട്ടിക്കാർ. അവർ സമരം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുമ്പം നമ്മളിത് അങ്ങോട്ട് പിൻവലിക്കും. ഇത് നിർത്തിയതിൻ്റെ ചീത്തപ്പേര് അവർക്കും കിട്ടും, നമ്മുടെ വാഗ്ദാനം നടപ്പാക്കിയതിൻ്റെ സൽപ്പേര് ഞങ്ങൾക്ക് കിട്ടും. ചേട്ടാ, ഇതൊക്കെയാണ് പൊളിട്രിക്സ്. മനസ്സിലായി. അയ്യോ, സമയം പോയി. ഇനിയിപ്പോൾ അവിടെ ഒരു സ്വീകരണമുണ്ട്, അത് കഴിഞ്ഞ് നേരെ ഡൽഹിക്ക് പോകണം. ഒരു ഡൽഹി ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ എവിടെ പോകാനാ? ഒന്നുമില്ല, പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ. എവിടെ പോയായിരുന്നു? ഞാൻ പഞ്ചായത്തിലെ 3-4 കോഴിയും കോഴിത്തിറ്റയും കൂടെ കൊടുക്കണം പറഞ്ഞ് അത് മേടിക്കാനായിട്ട് പോയി. എങ്ങനെയുണ്ട് നിന്റെ സർക്കാർ ജോലി? KSRTCയിലെ ഡ്രൈവർ പണിയൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകണം. ജോലിയൊക്കെ കിട്ടിയപ്പോൾ സുന്ദരനായി കേട്ടാ. എൻ്റെ കൊച്ചെ, ഇങ്ങനെ ഈ കുത്തിയിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയല്ലേ ഡ്രൈവർക്ക്? ബോറൊന്നും അടിക്കൂല. അഥവാ ഇങ്ങനെ ബോറടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് പോയ സമയത്ത് ഒരൊറ്റ ബ്രേക്ക് അങ്ങ് ഓട്ടും.
എന്തിനാ ബ്രേക്ക് ഓട്ടണം? അപ്പോൾ പുറകെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ നമ്മുടെ മുഖത്തൊന്നും വീഴുമല്ലോ. ചിലർ വന്ന് മടിയിരിക്കും, ചിലർ ഉമ്മ തരും, ചിലർ കമ്മും, അങ്ങനെ പോകും. അപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഉമ്മയൊക്കെ മേടിച്ച് കൂട്ടണുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരുടെ ഉമ്മ കിട്ടിട്ട് എനിക്ക് എന്നാ കിട്ടാൻ? അത് പോട്ടെ, നിന്റെ കല്യാണമൊക്കെ എവിടം വരെ? അത് പോയി. പോയാ? അതിനായിട്ടുള്ള കല്യാണമല്ലേ? ആ അത് പോയി. അല്ലേ നിങ്ങൾ പ്രേമല്ലായിരുന്നു? 10 വർഷം പ്രേമിച്ച് പൊന്നുപോലെ കൊണ്ടു നടന്നതാണ്. കല്യാണം വരെ എത്തി എന്നിട്ട് ഈ പെണ്ണുങ്ങൾ തേക്കും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഉയ്യോ തേച്ചെന്ന് പറഞ്ഞാൽ തേച്ച് വലിച്ചു കീറി എന്നെ ഒട്ടിച്ചവള്. അല്ലേ സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞോണ്ട് ഒറ്റക്കാലം നിൽക്കായിരുന്നല്ലോ, നിനക്ക് സർക്കാർ ജോലിയും കിട്ടി, പിന്നെ എന്തിനാണ് അവള് തേച്ചത്? എനിക്കറിഞ്ഞൂടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. എനിക്ക് ജോലിയുണ്ട്, അവൾക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും നീക്കി വെച്ചതാണ്. ഇപ്പം ഫോൺ വിളിച്ചാൽ എടുക്കൂല, മിണ്ടണില്ല, കണ്ടാ വഴിതിരിഞ്ഞു പോവുക. എനിക്കറിഞ്ഞൂടെ, ഞാനത് വിട്ടു ചേച്ചി, അത് കളഞ്ഞ്. എന്റെ ദൈവമേ, ഈ പിള്ളേർക്കൊക്കെ ഇത് എന്തിന്റെ കെടുതിയാണെന്ന് അറിഞ്ഞില്ല. എടാ അനു അല്ലേ നിക്കണം? എടി അനു, ഇങ്ങോട്ട് വന്ന്. ഞാൻ ചോദിക്കാം. ഞാൻ ശരിയാവില്ല, ഞാൻ പോട്ടെ. അല്ല ഞാൻ അവളുമായിട്ട് ശരിയാവില്ല ചേച്ചി, അതുകൊണ്ടാണ്. എടാ ചെറുക്ക, നീ ഇവിടെ ഇരി, ഞാൻ നിന്റെ മുന്നിൽ വെച്ച് ചോദിക്കാം. കാര്യം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ, വന്നിട്ട് ചോദിക്കാം. നീ ഇരി. വരുന്നുണ്ട്. ഓ ഇയാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരൂലായിരുന്നു. അവനുള്ളത് കൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഓ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത്? എന്തു പറ്റി? എടാ നിങ്ങൾ 8-10 കൊല്ലം പ്രേമിച്ചതല്ലേ, കല്യാണം ഉറപ്പിച്ച്, നിനക്ക് സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞ് സർക്കാർ ജോലി ഉള്ള ഒരുത്തനുമാണ്, പിന്നെ നീ എന്താണ് അവനെ തേച്ചത്? അതൊക്കെ ശരിയാണ് ചേച്ചി. എനിക്ക് ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. അതിനിപ്പോൾ സർക്കാർ ജോലി ഉണ്ടല്ലോ, KSRTC ഡ്രൈവർ പണി. അതാണ് ചേച്ചി പ്രശ്നം. എന്നാ പ്രശ്നമൊന്നും? ചേച്ചി അറിഞ്ഞില്ലേ, അടുത്ത ദിവസം തൊട്ട് സർക്കാർ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചേക്കണേ സ്ത്രീകൾക്ക്. അത് ഞാനും പറഞ്ഞു. അതിന് നിനക്ക് എന്താ കുഴപ്പം? ഈ കണ്ട പെണ്ണുങ്ങൾ മൊത്തം അതിനകത്ത് ഇനി ഓടാൻ തുടങ്ങൂലേ? ഓടാനാ? നമുക്ക് നല്ല കാര്യമല്ലേ, നമുക്ക് പോകാൻ പാടില്ലേ? ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഷ്ടത്തിലാവോ? ചിലപ്പായൊന്നിരിക്കും. ഈ നഷ്ടം വന്നു കഴിയുമ്പോൾ സർക്കാർ എന്ത് ചെയ്യും? അതിൽ പ്രവർത്തിക്കണ കുറച്ച് തൊഴിലാളികളെങ്കിലും പിരിച്ചുവിടാൻ നോക്കും. ഈ പിരിച്ചു പറഞ്ഞ കൂട്ടത്തിൽ ഈ ഹതഭാഗ്യനില്ലെന്ന് ഞാനെങ്ങനെ ഉറപ്പിക്കും? അയ്യോ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം എന്തായാലും കട്ടപ്പുറത്തിരിക്കണ KSRTC പോലെ ഞാൻ സമ്മതിക്കില്ല.